പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കാണാവോ കേൾക്കാമോ എല്ലാവർക്കും? Yes. Recording. താങ്ക് യു. Okay. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഒന്ന് കണ്ണുകൾ അടച്ച് പുണ്യതമ്പുരാനെ, ഈ വചനവേദിയില്, ഈ സൂം മീറ്റിംഗില് അനേക ഹൃദയം തുറന്നു പിടിച്ചിരിക്കുമ്പോൾ അവരെല്ലാവരെയും ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗികളായിട്ടുള്ളവരുണ്ട്, മനക്ലേശങ്ങളാൽ തകർന്നു നിൽക്കുന്നവരുണ്ട്, ഏത് തരത്തിലുള്ള പരിഭവങ്ങളും വേദനകളും വിഷമങ്ങളും ഇറക്കി നൊമ്പരങ്ങൾ ഇറക്കി ജീവിക്കുന്നവരുണ്ട്. എന്റെ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. മീറ്റിംഗ് പങ്കെടുക്കുന്നവരെ, അവരുടെ കുടുംബങ്ങളെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. എന്നെ എന്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്കിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങൾ എല്ലാ വ്യക്തികളും തൊടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തില് മറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിന്റെ നിത്യമായ സ്നേഹം. ചരിത്രത്തിൽ മറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സത്യമാണ് ദൈവത്തിന്റെ നിത്യമായ സ്നേഹം. തന്റെ അഗ്രാഹ്യമായ ഈ വലിയ രഹസ്യം ദൈവം മനുഷ്യനോട് ഉറക്കെ പറഞ്ഞു. അഗ്രാഹ്യമായ ഈ വലിയ രഹസ്യം ദൈവം മനുഷ്യനോട് ഉറക്കെ പറഞ്ഞു. ബൈബിളിന്റെ ആരംഭത്തിലേക്ക് നോക്കുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് പോലും കണ്ടറിയുന്നതിന് മുമ്പ് അവനെ വിശ്വസിച്ച് അവന് വേണ്ടതെല്ലാം നൽകി ദൈവം അവനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ അവന്റെ സ്വഭാവം എന്താണെന്ന് പോലും ദൈവം ചിന്തിക്കുന്നില്ല. അത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടുന്നതെല്ലാം ദൈവം അവൻ നൽകി. ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവൻ അധികാരം കൊടുത്തു. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കുകയും തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി അവൻ നൽകി. ഒപ്പം ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഇപ്പോൾ ശാലോമിന്റെ ശുശ്രൂഷകൾ നടത്തി ജോർജ് ബ്രദറുടെ വീട്ടില് IMS-ലൊക്കെ ധ്യാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കുറച്ച് മരമുണ്ട് കേട്ടോ, റബ്ബർ. ഞാൻ വെളുപ്പിന് 4:30 ഇച്ചിരി മലയിലാണ് സ്ഥലമുള്ളത്, വെട്ടാൻ വേണ്ടി പോകും. 4:30 അവിടെ ടാപ്പിംഗ് തുടങ്ങും. ഞാനൊരു എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവിനോട് പറയും, എനിക്ക് വെട്ടൊന്നും അറിയത്തില്ല, ടാപ്പിംഗ് അറിയത്തില്ല, ഞാൻ കൂടെ നിൽക്കാൻ, ഞാൻ ടാപ്പ് ചെയ്തോണം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മരത്തെ കൊള്ളാതെ ആ ടാപ്പിംഗ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് 125 മരത്തെ നിന്ന് 21 ഷീറ്റ് വരെയും കിട്ടി. ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം മരത്തെ കുരിശ് വരയ്ക്കും. ദൈവമേ കൃപ ചൊരിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. ഞാനിത് പറഞ്ഞു എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് ചില ദിവസങ്ങളിൽ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ആരെങ്കിലൊക്കെ വെട്ടാൻ വരും. ഇന്ന് ആരുമില്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഈ എന്റെ മലയിലൊക്കെ 2 പട്ടികളൊക്കെ വന്ന് വിടുന്നത്. ഈ പട്ടികൾ ഇങ്ങനെ കുരയ്ക്കുന്നേക്കാം. പിന്നെ എന്തോ വലിയൊരു ഒച്ച ഞാൻ കേട്ടു. എന്ത് കാട്ടുപന്നി ഒറ്റയാനാ. അപ്പൊ ഞാൻ എൻ്റെ 2 ലൈറ്റ് ഉണ്ട്, ഒത്തിരി അകലം പിടിക്കുന്നത്, ലൈറ്റൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എന്തോ, ഞാൻ ഭയമുള്ള ഒരാളല്ല, പക്ഷെ ഇന്നെന്തോ ഒരു ഭയം തട്ടിയുള്ളില്ല, ചെറുതായിട്ടൊരു ഭയം. ഭയം ചെറുതായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഭയം തട്ടി. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സകലത്തിന്റെയും മേലെ അധികാരമുള്ള കർത്താവേ, എല്ലാ മൃഗങ്ങളുടെ മേലും അവിടുന്ന് എനിക്ക് അധികാരം തരണം, ആധിപത്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ കാരണം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 17:2, ഭൂമിയിലുള്ള സകലത്തിന്റെ മേൽ അവിടുന്ന് മനുഷ്യന് അധികാരം കൊടുത്തു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു തലം നോക്കുക. തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കുക മാത്രമല്ല ദൈവം ചെയ്തത്, ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിന്റെയും മേൽ അവിടുന്ന് അധികാരം നൽകി. ഞാൻ ഈ അടുത്ത കഴിഞ്ഞ ഇതില് ജോർജ് ബ്രദറിലൂടെ ഈ സിംഹത്തിന്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് കേൾക്കുന്നേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പേരും വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് സദൃശ്യമായ ഒരു ശക്തി നൽകി മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ
അതിന്റെ ആഴം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം, ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം ദൈവം മനുഷ്യനെ വേണ്ടി സൃഷ്ടിച്ചത്. അതിനാൽ തന്നെ ദൈവത്തിന് മനുഷ്യ സ്നേഹം ആകാശം പോലെ വിശാലമാണ്. ആകാശം പോലെ വിശാലമാണ് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം. ഭൂമി പോലെ തന്നെ സമ്പുഷ്ടമാണ്, സമ്പന്നവുമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് പലപ്പോഴും ഞാൻ ആ ക്ലാസ് കുറച്ചേരം കേട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രദർ പറഞ്ഞ സഹനത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തിന് നടുവിൽ ദൈവം ചിലപ്പോൾ മനുഷ്യർക്ക് സഹനമൊക്കെ അനുവദിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും മടുത്തു എന്ന് പറയാറുണ്ട്. ഇറുവിറുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്. പല പ്രതിസന്ധികളുടെ മനുഷ്യൻ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടജാലങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവയ്ക്കെല്ലാം പറയാനുള്ളത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ദൈവത്തിന്റെ സ്വരം തന്നെയാണ്, ദൈവശബ്ദം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ അവരെല്ലാം വിളിച്ചു പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം പറയാൻ ദൈവത്തിന്റെ ശബ്ദമായിരിക്കും അതിങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ ഓർക്കുക അസീസി പിതാവിനെ കുറിച്ചാണ്. സെയിന്റ് ഫ്രാൻസിസ് അസീസി പിതാവ്. ഞാൻ പിതാവ് എന്ന് വിളിക്കും, കാരണം കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ ക്രിസ്തു എന്ന നിലയില് ആ മനുഷ്യന് എത്രമാത്രം അഗാധമായ സ്നേഹം ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് ഞാനിങ്ങനെ ഓർക്കും ഇടയ്ക്ക്. എന്തെല്ലാം കാര്യങ്ങള്, തന്റെ ദേഹത്തുള്ള വസ്ത്രം പോലും ഉരിഞ്ഞു മാറ്റിയിട്ട് അപ്പനെ തേടിയുള്ള യാത്ര, അതിനെ കണ്ടെത്തുക, പ്രപഞ്ച ദൈവത്തിന്റെ മഹത്തരമായ സ്നേഹം അനുഭവിക്കുക, ഇതെല്ലാം ഭയങ്കരമായ ഒരു അനുഭവമാണ്. അത്ഭുതകരമായ ദൈവിക ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ സകല സങ്കടങ്ങളും മാറേണ്ടതുണ്ട്. ദൈവത്തിന്റെ അഗാധമായ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തില് യാതൊന്നിനും സ്ഥാനമില്ലാത്ത വിധം ആ വ്യക്തി ദൈവപൈതൽ എന്ന ദൈവസ്നേഹത്തിന്റെ നിറവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വലിയൊരു സത്യമാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് ലോകത്തിന് പൂർണ്ണമായി അറിവുണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇല്ലെന്നാണ്. കാരണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത എപ്പോഴും പൂർണ്ണമായ രീതി വെളിപ്പെട്ട് കിട്ടിയത് അവിടുത്തെ പുത്രനായ യേശു കർത്താവിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നുവരെ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ദൈവം ശക്തിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പിൾ കൊണ്ടിട്ടുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിൻ വരവോട് കൂടിയിട്ട് അതെല്ലാം മാറി അന്ന് വരെയും യുദ്ധം ചെയ്യുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന, യുദ്ധത്തിൽ വിജയം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ബൈബിളിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ആ ചരിത്രത്തിൽ മറികടക്കുന്ന ദൈവം സർവശക്തനാണെന്നും യുദ്ധങ്ങളിലെല്ലാം മനുഷ്യകുലത്തെ രക്ഷിക്കുന്ന ദൈവമാണെന്നൊക്കെയാണ്. എന്നാല് ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് മനുഷ്യന് വെളിപ്പെട്ട് കിട്ടിയത് യേശുവിലൂടെയാണ്. ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ന് ശരിക്കും വെളിപ്പെട്ട് കിട്ടിയത് യേശു ക്രിസ്തുവിലൂടെയാണ്. പല അവസരങ്ങളിലും അനുഭവങ്ങളാണ് നമ്മെ നയിക്കുന്നത്, അല്ലെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ അനുഭവങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അനുഭവങ്ങളെ നമ്മൾ എപ്പോഴും നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കും. അനുഭവങ്ങൾ എപ്പോഴും നമ്മുടേതായ രീതിയിൽ നമ്മൾ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവവചനങ്ങളിൽ നിന്ന് വിപരീതമായ ഒരു വ്യാഖ്യാനമായിരിക്കും പലപ്പോഴും നാം കണ്ടെത്തുക. ഇതൊക്കെ ദൈവവചനത്തിന് വിപരീതമായ ഒരു വ്യാഖ്യാനമായിരിക്കും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ എൻ്റെ യുക്തിക്കും എൻ്റെ ചിന്തയ്ക്കും എൻ്റെ ബുദ്ധിയിൽ അന്ധകാരത്തിനൊക്കെ അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ ഇടയാകുന്നു. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ ഇടപെടല് ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ വ്യാഖ്യാനിക്കുവാൻ. അതാണ് ദൈവത്തിന് ഹിതകരമായിട്ടുള്ള ഒരു കാര്യം. പ്രിയപ്പെട്ടവരെയും, എല്ലാ സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് മാത്രം നമ്മൾ ജീവിച്ച പോരാ. അങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അവിടെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവം എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എന്നാൽ പരിശുദ്ധാത്മാവാണ് ദൈവം എന്ന സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവം എന്ന സത്യത്തെ ഒരു മനുഷ്യന് ശരിക്കും വെളിപ്പെടുത്തി തരുവാനായിട്ട് പറ്റുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തിൽ 11 മുതൽ 14 വരെ തിരുവചനങ്ങളില് യേശു ശിഷ്യന്മാര് നായിൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്ന ഒരു കഥ വിവരിക്കുന്നുണ്ട്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ശവമഞ്ചം കടന്നു വരികയാണ്. എതിരെ വരുന്നത് ശവമഞ്ചമാണ്. ഈ ശവമഞ്ചത്തില് യേശു തൊടുകയാണ്. അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ, അവരൊരു വിധവയാണ്. അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. യേശു അവരുടെ കണ്ണുനീർ കണ്ടു, അവരുടെ വേദന മനസ്സിലാക്കി ആ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് യുവാവേ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ നായിന്റെ വിധവയോട് ചോദിക്കുകയാണ്, അല്ലയോ വിധവയായ സഹോദരി, അല്ലയോ സ്ത്രീയെ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവള് പറയും, ഇപ്രകാരമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഒന്നും പറയേണ്ട സഹോദരങ്ങളെ, ഞാന് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഞാൻ ഈ കൊച്ചിനെ വളർത്തിയെടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ഒക്കെയാണ് വളർത്തിയെടുത്തത്. നിന്റെ കാലാണോ കൈയാണോ വളരുന്നൊക്കെ വിചാരിച്ചിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ എനിക്ക് പ്രായമൊക്കെ വലുതായി കഴിയുമ്പോൾ എന്നെ സ്നേഹത്തോടെ നോക്കിക്കോളും, പരിചരിച്ചോളും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. അത് അവൻ മരിച്ചുപോയി എന്നാണ് അവൾ പറയുക. എന്നാൽ അതാണോ സത്യം? അതാണോ സത്യം? അവളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയാണ്, അതിന് അർത്ഥം കണ്ടെത്തുകയാണ്. എന്നാൽ അതല്ല സത്യം. സത്യമാണ് ഈ ശവമഞ്ചത്തെ തൊട്ടത്. യേശു പറഞ്ഞു, അസന്നിഗ്ധമായി പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. വഴിയും സത്യവും ജീവനുമായ ദൈവം. ഈ സത്യമാണ് ഈ ശവമഞ്ചത്തിൽ തൊട്ടതും അവളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായതും യേശു എന്ന് പറയുന്ന സത്യമാണ്. ആ സത്യമാണ് അവന് മരിച്ചുപോയ യുവാവിനോട് കൽപ്പിച്ചത്, യുവാവേ നീ എഴുന്നേൽക്കുക. നമ്മളൊക്കെ ഈ ഒരു ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് ഒരു പുതുവർഷത്തിലേക്ക് അല്ലെ, നമ്മളൊരു പുതുവർഷത്തിലേക്ക് കയറി നിൽക്കുക. ജനുവരി മാസത്തിന്റെ 2-ാമത്തെ ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിലേക്ക് കയറി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഒരു വാദ്യതലത്തിൽ വസ്ത്രേഴ്സ് ഒക്കെ വാങ്ങിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ പുൽക്കൂട് ഇതുവരെ ശരിക്കും കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ടില്ല. നമ്മൾ ഇത്രയും മനോഹരമായി പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ പുൽക്കൂടാണോ സത്യം എന്ന് പറയുന്നത്? അല്ല, പുൽക്കൂട്ടിലുണ്ടാകുന്ന യേശുവാണ് സത്യം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ, വീഴ്ചകളുടെയും പരാജയങ്ങളുടെ നടുവിൽ അവിടെ നിൽക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുക, യേശു എന്ന സത്യത്തെ കണ്ടുമുട്ടുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളല്ല സത്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നിൽക്കുന്ന യേശു എന്ന സത്യത്തെ കണ്ടെത്തുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, എത്ര അഗാധമായി എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മള് ഒരു രംഗം കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർ 5000 വരുന്ന പുരുഷാരത്തിന് വേണ്ടി ഭക്ഷണം ഒരുക്കി നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹത്തെ നമ്മൾ കാണുകയാണ്. ഈശോയുടെ ഹൃദയം അവരുടെ മേലെ അലിവ് തോന്നുകയാണ്. ഇവര് യേശുവിന്റെ തിരുസന്നിധിയില് വചനം കേട്ടു സായാഹ്നമായി. അവർക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്ന യേശു പീലിപ്പോസിനോട് ചോദിച്ചു, പീലിപ്പോസെ, നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ പറ്റും? അത് സാധിക്കുമോ? പീലിപ്പോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പീലിപ്പോസ് പറയുക എന്തായിരിക്കും പറയുക? പീലിപ്പോസ് പറയുക, ഒറ്റ വിധത്തിൽ നടക്കില്ല കർത്താവേ, എന്തേലും വലിയൊരു ജനമാണ്, നമ്മുടെ കയ്യിൽ ഇത്രയൊരു കുറഞ്ഞ സാധനമേ ഉള്ളൂ, വളരെ കുറഞ്ഞ, ഏതൊരു കൊച്ചിന്റെ കയ്യിൽ 2-3 അപ്പം 5-6 അപ്പം ഒക്കെ ഉണ്ട്, മീനൊക്കെ ഉണ്ട് അല്ലെ? അതൊരു വലിയ ഒരു അനുഭവമാണ്. എന്നാൽ അതാണെന്നോ സത്യം. യേശു പറഞ്ഞു, അതെന്റെ കൊണ്ടുവരിക. ഈ 5 അപ്പവും 2 മീനും യേശുവിന്റെ കരങ്ങളിൽ എത്തിയപ്പോൾ അത് വലിയൊരു സമ്പത്തായി മാറി, വലിയൊരു അനുഗ്രഹമായി മാറി. അവിടെ വരുന്ന പുരുഷാരത്തിന് മുഴുവനും ആ വിശപ്പിന്റെ നടുവിൽ, ജനത്തിന്റെ നിസ്സഹായതയുടെ മുമ്പിൽ
ദൈവം അവരുടെ മേൽ അലിവ് തോന്നിയിട്ട് അവർക്ക് ഈ 5 അപ്പവും 2 മീനും 5000 പേര് ഭക്ഷിച്ച് തൃപ്തരാകും. 5000 പുരുഷത്തിന് 5000 പുരുഷന്മാർ ഭക്ഷിച്ച് തൃപ്തരാകും. പല സ്ത്രീകളും വേറെ ഉണ്ടാകും ഒരുപാട് പേര്. അവരൊക്കെ എല്ലാം ഭക്ഷിച്ച് തൃപ്തിയായതിനു ശേഷം 12 അപ്പസ്തോലന്മാർക്ക് 12 കൊട്ട നിറയെ ചുമക്കാൻ തക്ക വിധം ദൈവം ഒരു അത്ഭുതം ചെയ്ത് തന്റെ ദിവ്യമായ സ്നേഹം മനുഷ്യകുലത്തിൽ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു രോഗം ശമിക്കപ്പെടുമ്പോൾ, ഒരു സാമ്പത്തിക ക്ലേശത്തിന് മോചനം ഉണ്ടാകുമ്പോൾ, ഒരു ആത്മീയ പ്രതിസന്ധിയിൽ നിന്ന് മോചനം ഉണ്ടാകുമ്പോഴൊക്കെ ഈ ക്രിസ്തുവിന്റെ നിത്യമായ സ്നേഹത്തെ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. പക്ഷെ നമ്മളത് മറന്നുപോകും. പിന്നീട് ജീവിതത്തിൽ എന്തേരം അനുഗ്രഹങ്ങൾ മറ്റു വ്യക്തികളിലൂടെയും യേശുവിലൂടെയൊക്കെ സ്വീകരിച്ചൊക്കെ നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇവിടെ വരെയൊക്കെ എത്തി നിന്നിട്ടും നമ്മളതൊക്കെ പലപ്പോഴും മറന്നുപോയി. കിട്ടിയതിനെ കുറിച്ച് ഓർക്കാതെ കിട്ടാത്തതിനെ കുറിച്ച് വെമ്പൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യരെന്ന്. കിട്ടിയതിനെ കുറിച്ച് സംതൃപ്തി ഇല്ലാതെ കിട്ടാത്തതിൽ ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഓടുമ്പോൾ, എന്റെ പ്രിയ സഹോദര സഹോദരി, മുമ്പിൽ നിൽക്കുന്ന യേശു എന്ന സത്യത്തെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. യേശു എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. യേശു സത്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നമ്മളെ ഒരു താത്വികമായ ചിന്തയിലേക്കല്ല നയിക്കുക. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് യേശു എന്ന് പറയുന്ന സത്യം. അതിനുപരി യേശു എന്ന സത്യം ശരിക്കും മനുഷ്യനെ ഒരു ചിന്തയിലേക്കല്ല, മറിച്ച് അഗാധമായ ഒരു ബന്ധത്തിലേക്കാണ് നയിക്കുക. അങ്ങനെയാണ് നയിക്കപ്പെടേണ്ടത്. എനിക്കും എൻ്റെ ക്രിസ്തുവിനും അഗാധമായ ഒരു ബന്ധമുണ്ടാവുക. ഒരു ചിന്തയ്ക്കപ്പുറത്ത് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല. എന്നോടൊപ്പം സഹവസിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായ യേശു തമ്പുരാനെ അഗാധമായ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ടൊരു ബന്ധമുണ്ട്, എൻ്റെ മക്കളുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ എൻ്റെ ബന്ധം അതിനേക്കാളും ആഴത്തിൽ നിലനിൽക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് യേശുക്രിസ്തു എന്ന സത്യത്തെക്കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, 1996 ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ട് 80,000 രൂപ മതിയാണ്. 80,000 രൂപ. അപ്പൊ എൻ്റെ ജീവിത സാഹചര്യം കണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച MSW ഒക്കെ കഴിഞ്ഞ ഷീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എൻ്റെ സാഹചര്യങ്ങളെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, പ്രകാശേട്ടൻ, എൻ്റെ ആങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് സംസാരിക്കാം, എങ്ങനെയൊരു ഓസ്ട്രേലിയക്ക് കുടുംബസമേതം പോകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി അതിന് ഞാൻ ആങ്ങളോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. സംസാരിച്ചിട്ട് ആങ്ങളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, ഒരു സ്റ്റഡി വിസയ്ക്ക് വരാം, തിയോളജിയുടെ ഡിപ്ലോമ കോഴ്സൊക്കെ ഇവിടെ കിട്ടും, അങ്ങനെ ബ്രദർ പ്രസംഗിക്കുന്ന ആളല്ലേ, അപ്പൊ തിയോളജിയുടെ ഒരു കോഴ്സൊക്കെ ചെയ്യാനായിട്ട് ഒരു വിസ സംഘടിപ്പിക്കുക, സ്റ്റഡി വിസ. ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഡ്രൈവിങ് ജോലി നോക്കിയിട്ടാണ്, ടാക്സി ഓടിച്ചിട്ടൊക്കെയാണ് പണം ഉണ്ടാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ കയറി വരാൻ പറഞ്ഞു. ഞാൻ നേരെ പോയത് ഈശോയുടെ മുമ്പിലേക്കാണ്, ഈശോയോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയോട് ഞാൻ ചോദിച്ചു, ഈശോയെ എന്താണ് ചെയ്യേണ്ടത്? ഈശോ എന്നോട് പറഞ്ഞു, നീ എന്റെ സുവിശേഷം പ്രസംഗിക്കുക. എന്നോട് ഈശോ പറഞ്ഞത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈശോയുടെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ സ്നേഹം അതിനെ പ്രേരിപ്പിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം അതിനെ തന്നെ പ്രേരിപ്പിക്കും. ജീവിതത്തിന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എന്നെ അമേരിക്കയിലേക്ക് എൻ്റെ ഒരു പെങ്ങൾ ഇവിടെയുണ്ട്, മൈഗ്രേഷൻ കൊടുക്കാൻ പറഞ്ഞു. 2010 14 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് അമേരിക്കയോ ഫാമിലിയുടെ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടായിരുന്നു. ഞാൻ പോയി തമ്പുരാന്റെ ബന്ധം പ്രാർത്ഥിച്ചപ്പോഴും തമ്പുരാൻ പറഞ്ഞു, അത് വേണ്ട, ഇരുന്ന് സുവിശേഷം പ്രസംഗിക്കുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ സാധ്യതകൾ തേടി അലയാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കി വല്ല അന്വേഷണത്വര നമുക്ക് തരും. നമ്മളങ്ങനെ പല രാജ്യങ്ങളിലേക്ക് കുടിയേറി എന്നൊക്കെ വരും. അതിനെ എവിടെ കുടിയേറിയാലും കുഴപ്പമില്ല. പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഗാധമായ സ്നേഹം, ഒരു പ്രേമം, ഒരു ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മൾ സത്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശുവുമായിട്ടുള്ള അഗാധമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ബന്ധമായി തീരുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമായിട്ട് മാറും. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമായിട്ട് അതങ്ങനെ മാറേണ്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, പിതാവ് തന്റെ പുത്രനെ നൽകിക്കൊണ്ട്
തന്റെ നിത്യമായ സ്നേഹം വെളിപ്പെടുത്തി എങ്കിൽ ഈ ക്രിസ്തു സാന്നിധ്യം ഒരു വലിയ സാന്നിധ്യമായി മാറാൻ ഈ ബന്ധം എപ്പോഴും ക്രിസ്തുവിന്റെ കൂടെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. എൻ്റെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിലൂടെ പോകുമ്പോഴൊക്കെ അവളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവളുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മക്കളുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം വരുമ്പോഴും ഞാൻ എന്നെ വേദനിപ്പിക്കുന്ന കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് മറന്നുപോകും. ഈ സാഹചര്യങ്ങളിൽ ഈ സാന്നിധ്യം മറന്നു പോവുക, ഈ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ശരിയായിട്ടുള്ള ഒരു സാന്നിധ്യ സ്നേഹ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം അവിടെ ആ സത്യം ഒരു ഉത്തരമായിട്ട് നിൽക്കുകയാണ്. ആ സത്യം ഒരു ഉത്തരമായി വരുമ്പോൾ അവിടെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറുന്ന അനുഭവം നമുക്കുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് യേശു എന്ന സത്യത്തെക്കുറിച്ച് അറിയുമ്പോൾ അത് അഗാധമായ ഒരു ബന്ധത്തിലേക്ക് നയിക്കുകയും ആ ബന്ധം ഒരു നിറഞ്ഞ സാന്നിധ്യമായി, എപ്പോഴുമുള്ള ഒരു സാന്നിധ്യമായി മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തിയൊക്കെ ഒരു കെണി പോലെ നിന്റെ മേൽ വരും. ഇന്ന് അധികം മനുഷ്യരുടെയും പ്രശ്നം മദ്യമൊക്കെ ഒരു പക്ഷെ ഒഴിവാക്കാൻ പറ്റിയിരിക്കും. അതൊക്കെ നമ്മൾ ഒഴിവാക്കി എടുക്കും. അതുപോലെ സുഖലോലുപത, അത് എത്രമാത്രം എനിക്ക് പറയാൻ പറ്റുകയാണ്. എനിക്കുണ്ട് കേട്ടോ ഈ സുഖം അങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന ഓരോന്നോരോന്ന് കിട്ടണം. ജീവിത വ്യഗ്രത മനുഷ്യനെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കല് ശാലോമിന്റെ ഫെസ്റ്റിവലില് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു സഹോദരി അതിൽ പങ്കെടുത്തിരുന്നു. ആ സഹോദരി ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജനന്മാരോട് പറഞ്ഞു, ആ മനുഷ്യൻ അങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയല്ല. എങ്ങനെ പ്രസംഗിച്ചു? ഞാനിങ്ങനെ ഈ പിള്ളേര് 1.25 ലക്ഷം 2 ലക്ഷം പിള്ളേർ ഒരു വർഷം വിദേശത്ത് പഠനത്തിനായിട്ട് പോവുക, അവിടെ PR-നായിട്ട് അപേക്ഷിക്കുക, അവിടെ ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ. പക്ഷെ ഞാൻ ഇതിനൊന്നും എതിരല്ല പറയുന്നത്. എന്ത് വികാരമാണ് നമ്മൾ ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ജീവിത വ്യഗ്രതയൊക്കെ ഒരു കെണി പോലെ വരുമെന്ന് വചനം പഠിപ്പിക്കുക. ഞാന് വിദേശത്ത് പോകാൻ എതിര് പറയുന്നല്ലോ കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്, വിദേശത്തുള്ളവർ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ ഒറ്റ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. എവിടെയായിരുന്നാലും യേശു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് അത് അഗാധമായ ഒരു ബന്ധത്തിലേക്ക് മാറി ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് എപ്പോഴും നമുക്ക് അനുഭവപ്പെടട്ടെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവസ്നേഹത്തിന്റെ പുറകെ നമ്മളിന്ന് അപ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ അഗാധമായ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അങ്ങ് പിതാവെ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ അഗാധമായ സ്നേഹം ഞങ്ങൾ വെളിപ്പെടുത്തി തന്നു. ഞങ്ങളുടെ പാവപരിഹാര ബലിയായി അറക്കപ്പെട്ട കുഞ്ഞാട്, ഈ അറക്കപ്പെട്ട കുഞ്ഞാട് ഞങ്ങൾക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെയും തന്റെ സ്നേഹത്തിന്റെ അഗാധതയിൽ ചിന്തി ഞങ്ങളെ ഏറ്റെടുത്ത് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ആ മേഖലകളിൽ അങ്ങയുടെ മുറിവേറ്റ് കരം വയ്ക്കണമെന്നും ഞങ്ങൾ ഓരോരുത്തരെ സ്പർശിക്കണമെന്നും ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിച്ച് ഉയർത്തണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് അനുഭവേദ്യമാകട്ടെ. ആ കരങ്ങളിൽ താങ്ങുന്ന സ്നേഹം, പൊൻകരങ്ങളിൽ താങ്ങുന്ന സ്നേഹം, അഗാധമായ സ്നേഹം, അത്ഭുതകരമായ സ്നേഹം, ഒന്ന് കർത്താവേ അങ്ങ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ ഹൃദയത്തിലേക്ക് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ അത്ഭുത സ്നേഹത്തിന്റെ നിറവുണ്ടാകട്ടെ, അഗാധമായ സ്നേഹത്തിന്റെ നിറവുണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങൾ ചിന്തിച്ച ഒരു കൊച്ചു ചിന്ത, യേശു എന്ന സത്യത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ മനുഷ്യ ചരിത്രത്തിൽ മറിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ അഗാധമായ സ്നേഹം യേശുക്രിസ്തുവിനോട് വെളിപ്പെട്ട് കിട്ടിയത്, ചരിത്രത്തില് രേഖപ്പെടുത്തിയിട്ടുള്ള ശക്തനായ ദൈവം, വിജയം നൽകുന്ന യോദ്ധാവ്, യുദ്ധങ്ങളിൽ വിജയം നൽകുന്നവൻ, അങ്ങനെയുള്ളൊരു ദൈവത്തെ, ശക്തിമാനായ ദൈവത്തെ അവതരിപ്പിച്ചപ്പോൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവോട് കൂടിയിട്ട് അഗാധമായ സ്നേഹത്തിന്റെ ആഴം എന്താണ് എന്ന് ദൈവം ഒരു ശക്തിമാൻ എന്നതിനേക്കാൾ ഉപരി തന്നോടൊപ്പം വസിക്കുന്ന നിത്യമായ ഒരു സ്നേഹമാണ്, ഒരു കരുതലാണ്, കാരുണ്യമാണെന്നൊക്കെ ഒരു തിരിച്ചറിവ് നൽകാൻ പുത്ര നൽകിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയണം. പിതാവേ, നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.